ആപ്കി അദാലത്തിൽ സൂപ്പർ സ്റ്റാർ അക്ഷയ് കുമാറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ റിസ്ക് എടുക്കുന്നു എന്നുള്ളതാണ്. അക്ഷയ്, താങ്കളുടെ ഫാൻസിന് എല്ലാവർക്കും താങ്കളുടെ അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് താങ്കളുടെ ആക്ഷൻ റോൾ. അവര് പ്രതീക്ഷിക്കുന്നത് താങ്കൾ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നത്, കൈ കാണിച്ച ട്രക്ക് അങ്ങനെ തന്നെ നിൽക്കണം, മിഷൻ ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് അവർ താങ്കളെ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ താങ്കൾ അതെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു സൈഡിലേക്കാണല്ലോ പോകുന്നത്. അല്ല, എല്ലാ കാര്യത്തിലും എന്നെ ഇഷ്ടമാണ്. ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്. കോമഡി ഇഷ്ടമാണല്ലോ അല്ലേ? ആക്ഷൻ ഇഷ്ടമാണോ? സോഷ്യൽ മൂവീസ്? ആ, പറയൂ. കോമഡി നേരത്തേക്കാളും കോമഡി വളരെ നന്നായിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ താങ്കൾ എങ്ങനെയുള്ള സിനിമയാണ് അഭിനയിക്കുന്നത്? താങ്കൾ ടോയ്ലറ്റ് പോലുള്ള സിനിമയാണ് അഭിനയിക്കുന്നത്. ടോയ്ലറ്റിനെ കുറിച്ച് സിനിമ എടുക്കുന്നത് തീർച്ചയായും നല്ല കാര്യമാണ്. കാരണം അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ സ്ക്രിപ്റ്റ് 5 വർഷമായി ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കറങ്ങി വരാൻ തുടങ്ങിയിട്ട് ആരും താല്പര്യപ്പെട്ടില്ല. അത് എന്റെ കണ്ണിപ്പെട്ടതും ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പടത്തിന്റെ ടൈറ്റിൽ ടോയ്ലറ്റ് പ്രേം കഥ. ഇത് ആരും ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. അതായത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്. സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് പാടത്തേക്കൊക്കെ പോകേണ്ടി വരും. ആൻഡ് യു ക്യാൻ ഇമാജിൻ, ഒന്നുകിൽ അവർ വളരെ നേരത്തെ പോകണം, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് പോകണം, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ അവർ ടോയ്ലറ്റിൽ പോകാതെ അത് നിയന്ത്രിച്ചു നിർത്തണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ ഒരു പങ്ക് ഇതിൽ ഉണ്ടാവണമെന്ന് ചിന്തിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ ആ സിനിമ എടുത്തു. അത് കഴിഞ്ഞ് സാനിറ്ററി പാഡ് എന്നൊരു സിനിമ എടുത്തു, പാഡ്മാൻ എന്ന പേരിൽ. ആക്ച്വലി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു നീസുണ്ട്. അവരുടെ ഒരു ഫ്രണ്ട് ഒരു 3-4 ദിവസം അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിച്ചിരിക്കുന്നു. ഞാൻ അവരോട് വെറുതെ ചോദിച്ചു, അടുത്ത് തന്നെയല്ലേ വീട്, പിന്നെന്തിനാ ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന്. അതിന് എൻ്റെ നീസ് പറഞ്ഞു, അവരുടെ വീട്ടിൽ പൂജയാണ്, അവരുടെ അച്ഛനും അമ്മയും ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു, കാരണം അവൾക്ക് പീരീഡ് ആയിരുന്നു. ദാറ്റ് ഷുക്ക് മീ. എങ്ങനെയാണ് ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് പീരീഡ് ആണെന്നും പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ കഴിയുന്നത്? ബിക്കോസ് വീട്ടിൽ പൂജ നടക്കുന്ന കാര്യം പറഞ്ഞ്. അത് അവരുടെ ഭാഷയിൽ അൺക്ലീൻഡ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് അതിനെക്കുറിച്ചൊരു സിനിമ എടുക്കണമെന്ന്. വാട്ട് എവർ ഐ ക്യാൻ ഡു. അങ്ങനെയാണ് സ്റ്റോറീസ് താങ്കൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്? സ്റ്റോറി എൻ്റെ വൈഫും പിന്നെ ബാൽക്കി സാറും ചേർന്ന് എഴുതിയത്. ബാൽക്കി ഡയറക്ടർ, രണ്ടുപേരും ചേർന്നാണ് ഈ കഥ എഴുതിയത്. അതിനുശേഷം എൻ്റെ വൈഫ് ഗോൺ ആൻഡ് മെറ്റ്. ആരുമായി ബന്ധപ്പെട്ടതാണോ അവരെ പോയി കണ്ടിട്ട് വന്നു. അവരെ ചേസ് ചെയ്ത് കണ്ടുപിടിച്ച്, എൻ്റെ അറിവിൽ ചേസ് ചെയ്യാൻ ഒരു 3-4 മാസം വരെ എടുത്തു. ആൻഡ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിച്ചു. അതിനുശേഷമാണ് സിനിമ ചെയ്തത്. ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. അതിനുശേഷം എയർലിഫ്റ്റ് എടുത്തു. അത് ശരിക്കും ഒരു യഥാർത്ഥ സംഭവത്തെക്കുറിച്ചായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ എയർ ഇന്ത്യ ചെന്ന് 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ, 1,70,000 ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതും ഒരു അമേസിംഗ് ആയ സ്റ്റോറിയായിരുന്നു. അതിൽ അഭിനയിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്തിരിക്കണം. അതായത് അതുപോലെ എൻ്റെ കമ്പനിയിൽ 30 മുതൽ 40 സിനിമകൾ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ സിനിമകളുടെ കഥകൾ, ടോയ്ലറ്റ് പ്രേം കഥ, അല്ലെങ്കിൽ പാഡ്മാൻ, അല്ലെങ്കിൽ എയർലിഫ്റ്റ്, ഇതൊക്കെ കൊമേഴ്ഷ്യലി സക്സസ് ആയ സിനിമയാണോ? താങ്കൾക്ക് പണം ലഭിച്ചോ? കൊമേഴ്ഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഫിലിമിലേക്ക് റൗഡി റാത്തോഡ്, പാർട്ട് 2 സിംഗീസ് കിങ്, അല്ലെങ്കിൽ നമസ്തേ ലണ്ടന്റെ കാര്യം എടുക്കുകയാണെങ്കിലും അതെല്ലാം വളരെ ഹിറ്റായിരുന്നു. ഞാൻ ഇതുപോലെയുള്ള സിനിമകൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, ഇത് സക്സസ് മാത്രമല്ല, ആ സിനിമകളൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട്. ഇപ്പോഴും ആ സിനിമകൾ, ഐ ആം സോ പ്രൗഡ് ടു സേ ദാറ്റ്, നമ്മുടെ സർക്കാർ ടോയ്ലറ്റ് പ്രേം കഥ, പാഡ്മാൻ ജനങ്ങൾക്ക് ഗ്രാമങ്ങളിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെയാണ് എന്റെ വിക്ടറി. പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ സർക്കാരിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നതെന്ന്. പറയുന്നവര് പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ആ സിനിമ എടുത്തതിൽ അഭിമാനിക്കുന്നു. ആരെങ്കിലും എന്നോട് വന്ന് നിങ്ങൾ പ്രധാനമന്ത്രിയെ സന്തോഷിപ്പിക്കാനാണ് സിനിമ എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതേന്ന് പറയും, അത്രേ ഉള്ളൂ. എന്താണെങ്കിലും എനിക്ക് എന്റെ രാജ്യത്തെ സന്തോഷിപ്പിക്കണമെന്നുണ്ട്, രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതായത് പ്രധാനമന്ത്രി ലാൽ കിലയിൽ വെച്ച് ശൗചാലയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ജനങ്ങൾ അദ്ദേഹത്തെയും കളിയാക്കി. താങ്കൾ എന്ത് പ്രധാനമന്ത്രിയാണ് ശൗചാലയത്തെക്കുറിച്ച് പറയുന്നല്ലോ എന്ന്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ പ്രൈം മിനിസ്റ്ററെ
ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അതും കളിയാക്കിയല്ലോ. പറയുന്നവരങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. താങ്കൾ അദ്ദേഹത്തോട് മാമ്പഴം എങ്ങനെ കഴിക്കുമെന്നതിന് അതെ, ചോദിച്ചു. ഞാൻ ഒരു സിമ്പിൾ പേഴ്സൺ ആയിട്ടാണ് അവിടേക്ക് ചെന്നത്. ടു നോ വാട്ട് മൈ പ്രൈം മിനിസ്റ്റർ, അതായത് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് ചിന്തിക്കുക, ഒരു സാധാരണ മനുഷ്യനെ പോലെ അദ്ദേഹം ചിന്തിക്കുമോ, ഒരു നോർമൽ പേഴ്സൺ എങ്ങനെ ചിന്തിക്കും, ഞാനൊരു പ്രൈം മിനിസ്റ്റർ സൈഡ് എങ്ങനെയായിരിക്കും എന്ന് ഒരിക്കലും ആലോചിച്ചില്ല. അതായത് അദ്ദേഹം ഏത് ബില്ല് പാസ് ചെയ്തു അതിലൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ചും ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ വാച്ച് തിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സാർ വാച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം, സാർ എത്രയാണ് സാറിന്റെ സാലറി എന്നാണ്. സാറിന്റെ സാലറി അമ്മയ്ക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. നോർമൽ ക്വസ്റ്റ്യൻസാ ചോദിച്ചത്. മാംഗോ കഴിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അതിലെന്ത് തെറ്റാ ഉള്ളത്? അതൊക്കെ ഞാൻ അറിയണമെന്ന് ആഗ്രഹിച്ചു. അതിനൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ വളരെ നന്നായിരുന്നു. അതായത് നിങ്ങൾ അദ്ദേഹത്തിന്റെ വാച്ച് മോഷ്ടിച്ചില്ലല്ലോ അല്ലേ? എന്തിന്? എന്നെ ഇവിടുന്ന് നാട് കടത്താനോ? അക്ഷയ് സർ, ഐ വാസ് സേ നിങ്ങളുടെ ബാറ്റ്മാൻ മൂവി വളരെ നന്നായിരുന്നു. ആസ് എ ടീച്ചർ ഐ ആം സിറ്റിംഗ് ഹിയർ ആൻഡ് നിങ്ങളെ ഇൻസ്പിറേഷനായി എടുത്തുകൊണ്ടാണ് ഞങ്ങളും സ്കൂളിൽ ബാറ്റ്മാനെ പോലെ സെയിം മെഷീൻ വെച്ചിട്ടുണ്ട്. വി മാനുഫാക്ചർ ദ സെയിം പാഡ്സ്. സ്റ്റുഡൻസ് സ്ഥിരം എൻജോയിൽ പോയി കൊടുക്കാറുണ്ട്. അല്ല, അതിൽ കോയിൻ ഇട്ടാ വരുമോ അതോ നിങ്ങൾ കോയിനല്ല സർ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അല്ല, അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണോ അതോ കാശ് കൊടുക്കണോ? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് സർ. വെരി നൈസ്, വെരി നൈസ്. താങ്കൾ മറ്റൊരു സിനിമ കൂടി എടുത്തിരുന്നു, ONG2. അതെ അതെ, അത് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള സിനിമയായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു സിനിമ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ആ സിനിമയെക്കുറിച്ച് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സെൻസർ ബോർഡിലെ ഒരാൾ എന്നോട് ചോദിച്ചു, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള സിനിമയൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ 1.5 ബില്യൺ, അങ്ങനെയുള്ളപ്പോൾ നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. ആൻഡ് ഇറ്റ് വാസ് വെരി എസ്റ്റോണിഷിംഗ് തിങ് ആൻഡ് ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ സിനിമ എല്ലാവരും സ്വീകരിച്ചു. ആ സിനിമ നല്ല ബിസിനസ്സായി. അപ്പോൾ OMG2-ൽ പണവും സമ്പാദിച്ചു, നല്ല മെസ്സേജും നൽകി. അതെ, സത്യമാണ്, സത്യമാണ്. വലിയ റിസ്ക് എടുത്താണ് ഞാൻ ആ സിനിമ പൂർത്തിയാക്കിയത്. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതായത് ഇറ്റ് വാസ് എ വെരി ബിഗ് ഫിലിം. അതായത് ഞാൻ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണ് സിനിമ എടുത്തിരിക്കുന്നത്, മാസ്റ്റർബേഷനെ കുറിച്ച്. ആ ഒരു വിഷയം യഥാർത്ഥത്തിൽ ജനങ്ങൾക്കറിയില്ല, യങ്സ്റ്റേഴ്സിന് അതിനെക്കുറിച്ച് ശരിക്കറിയില്ല, എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുക എന്ന്. അത് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ആസ്പെക്റ്റ് ആണെന്ന് ഞാൻ പറയും. അതായത് വളരെ ബോൾഡായിട്ടാണ് ഞാൻ ആ സിനിമ എടുത്തത്. സത്യത്തിൽ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ സിനിമകൾ തീർച്ചയായിട്ടും എടുക്കണം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതെ, സത്യമാണ്. ഞാൻ എന്റർടൈൻമെന്റ് എന്ന നിലയ്ക്കാണ് ആ സിനിമ പൂർത്തിയാക്കിയത്. താങ്കൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. സാർ, എന്റെ ചോദ്യം എന്താണെന്നാൽ നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം സാർ, നിങ്ങൾ കേസിനെ കുറിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അത് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് LLB പഠിക്കണമെന്ന് തോന്നിയോ? പറയൂ സാർ. പഠിത്തം തലയിൽ കയറിയിട്ട് വേണ്ട LLB ചെയ്യാൻ. ഇല്ല സാർ, കേസിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഒരിക്കലും തോന്നിയിട്ടില്ലേ ഞാനും LLB പഠിക്കണമെന്ന്? ഇല്ല, എനിക്ക് ഒരിക്കലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുകൊണ്ടും എനിക്ക് ഒരിക്കലും തോന്നാൻ പോകുന്നില്ല. നിങ്ങൾ ഏത് രീതിയിലുള്ള ഹീറോ ആണെന്നാൽ ഹീറോയിനെ കാറ്റത്ത് പറപ്പിച്ച് അവരെ ചുറ്റാൻ വിട്ട് ക്യാച്ചും പിടിക്കും. അതേസമയം ഹീറോയിനും നല്ല സേഫായി ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് നിങ്ങളെ ഞാൻ പൊക്കിയെടുത്ത് വട്ടം കറക്കണമെന്നാണോ? വന്നാട്ടെ. വരൂ, ഇങ്ങോട്ട് വരൂ. ഇവിടെ നോക്കാം. ഇപ്പൊ താഴെ ഇട്ടാൽ അത് എന്റെ തെറ്റല്ല. നിങ്ങൾ താഴെ ഇടില്ല സാർ. നോക്കാം. റെഡിയല്ലേ? Okay. Okay. Thank you.